Okay. So last class we were discussing regarding bias compensation. Last class bias compensation by using thermistors and see we were discussing about these topics. First module വിട്ടുപോയ രണ്ട് ടോപ്പിക്സ് ഓക്കെ ബയാസ് കോമ്പൻസേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ I have told you see we had some see we have left off these two topics right ബയാസ് കോമ്പൻസേഷൻ യൂസിങ് ഡയോഡ് ആൻഡ് തെർമിസ്റ്റേഴ്സ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ബയാസ് കോമ്പൻസേഷൻ യൂസിങ് ഡയോഡ് ആൻഡ് തെർമിസ്റ്റേഴ്സ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രം പഠിക്കണം ഓക്കെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ രണ്ടും നോട്ടും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി now what are the left off portion in the first module we want to also discuss regarding common emitter configuration right BJT യുടെ common emitter configuration h parameter model നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സ്മോൾ സിഗ്നൽ മോഡൽ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി മോഡൽ ടി മോഡലും ഹൈബ്രിഡ് പൈ മോഡലും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇനി we have to see these some of the topics see what are the role of coupling capacitors what are the role of emitter bypass capacitors all these things we will see today okay okay now see in last class we were discussing regarding bias compensation using diode bias compensation using thermistors ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ രണ്ട് മോഡൽ ഹൈബ്രിഡ് പൈ മോഡലും പഠിച്ചു ഓക്കെ ഹൈബ്രിഡ് പൈ മോഡലും പഠിച്ചു ടി മോഡലും പഠിച്ചു ഓക്കെ നൗ ലെറ്റ് us see common emitter configuration ഓക്കെ ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്സിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഔട്ട് ഓഫ് കോമൺ ബേസ് കോമൺ എമിറ്റർ കോമൺ കളക്ടർ which is the best suitable configuration for an amplifier ഏതായിരുന്നു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഓക്കെ അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സും അതുപോലെ തന്നെയായിരുന്നു സോ ഇനി തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്സിലും ദ ബെസ്റ്റ് ആംപ്ലിഫയർ സർക്യൂട്ടിന് വേണ്ട കോൺഫിഗറേഷൻ ഏതായിരിക്കും കോമൺ എമിറ്റർ വൈ ബിക്കോസ് in case of common emitter amplification factor beta it is in the order of 100 അല്ലേ അപ്പോൾ ആംപ്ലിഫയർ ഒരു സിഗ്നൽ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ആംപ്ലിഫിക്കേഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് ഏതിന്റെ കേസിലാ ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഓക്കെ സോ സി വി ഹാവ് ടേക്കൺ എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഓക്കെ ഇനി നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്താ വി ഹാവ് ടു ഫിക്സ് അവർ ഓപ്പറേറ്റിംഗ് പോയിന്റ് വിത്തിൻ ദ സെന്റർ പോർഷൻ അല്ലെങ്കിൽ we have to fix the operating point or quiescent point or Q point at the midpoint of the active region so that we will be getting proper output. ശരിയല്ലേ okay so in order to for that what we should do we should go for better biasing network okay better biasing network അപ്പോൾ നമ്മൾ ഏതൊക്കെ ബയാസിംഗ് നെറ്റ്വർക്ക് പഠിച്ചു ഫിക്സഡ് ബയാസിംഗ് പഠിച്ചു കളക്ടർ ടു ബേസ് ബയാസിംഗ് പഠിച്ചു അത് കൂടാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബയാസിംഗ് നെറ്റ്വർക്ക് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് നെറ്റ്വർക്ക് ഓക്കെ ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് ബയാസ് ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ് ഓക്കെ അപ്പൊ നോക്കിയേ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ സി കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വിത്ത് എ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് കണ്ടോ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഇതായിരിക്കും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ കോൺഫിഗറേഷൻ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അലൻ സാർ എക്സ്പ്ലെയിൻ ചെയ്തു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെ അപ്പോൾ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട സർക്യൂട്ട് ഏതായിരിക്കണം ഒരു സിമ്പിൾ ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ദിസ് വൺ ബെസ്റ്റ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയിരിക്കണം പ്ലസ് ഒരു വോൾട്ടേജ് ഓക്കെ ആരുടെയോ മൈക്ക് ഓൺ ആണല്ലോ യദു കൃഷ്ണൻ മ്യൂട്ട് ചെയ്യണം കേട്ടോ ഹലോ യദു കൃഷ്ണൻ കേൾക്കുന്നുണ്ടോ എന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ഓക്കെ 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 യെസ് okay so out of fixed biasing collector to base biasing voltage divider biasing is the best biasing network okay ആണല്ലോ അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ചെയ്യാൻ we should
ഫിക്സ് ദീസ് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ്. നമ്മളിത് പഠിച്ചു, എങ്ങനെ തെവനൈസ് ചെയ്യണം, എങ്ങനെ സർക്യൂട്ട് തെവനൈസ് ചെയ്യണം അല്ലെ, എങ്ങനെ സർക്യൂട്ട് തെവനൈസ് ചെയ്യണം, എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാം, ഇതിന്റെ ഡിസൈൻ എങ്ങനെ ചെയ്യണം, നമ്മൾ പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്തു. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് നെറ്റ്വർക്ക്. കാരണം നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഡെറിവേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഫോർ എ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. കണ്ടോ? അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഡെറിവേഷൻ നമ്മൾ ഫിക്സഡ് ബയാസിന്റെ കേസിലും കണക്റ്റഡ് ടു ബേസ് ബയാസിന്റെ കേസിലും വോൾട്ടേജ് ഡിവൈഡർ ബയാസിന്റെ കേസിലും പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിന്റെ കേസിലാണ് ഡെറിവേഷൻ ചോദിക്കും കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിന് 12 മാർക്സിന്റെ അല്ലെങ്കിൽ 10 മാർക്സിന്റെ എസ്സേ മോസ്റ്റ് പ്രോബബ്ലി യു വിൽ ബി ഗെറ്റിംഗ് ഫ്രം വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് വെച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ, അത് തിയറി ആവാം, അനാലിസിസ് ആവാം, പ്രോബ്ലം ആവാം, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരാം. ഓക്കെ, പ്രത്യേകം പറയുന്നുണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കേട്ടോ ഈ ഏരിയയിൽ നിന്ന്. അപ്പോൾ 12 മാർക്സിന്റെ ചോയ്സ് ഒന്നില്ലെങ്കിൽ അതിന്റെ തിയറി ആവാം, അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം ആവാം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ടോട്ടൽ 12 മാർക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, 6+6. 6 പാർട്ടിന് 6 മാർക്സിന് തിയറി ആയിട്ടും ബാക്കി 6 മാർക്സിന് പ്രോബ്ലം ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, നൗ സോ വോൾട്ടേജ് ഡിവൈഡർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഓക്കെ, അല്ലെങ്കിൽ കോമൺ എമിറ്റർ ഒരു സിമ്പിൾ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് വിത്ത് ബെറ്റർ സ്റ്റെബിലിറ്റി, വിത്ത് എൻഷുവേഴ്സ് ബെറ്റർ സ്റ്റെബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദിസ് വൺ. ഓക്കെ, സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് ഡയഗ്രാം ഫോർ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. ഓക്കെ ആണല്ലോ, കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. ഓക്കെ, ഇനി this is my signal. Okay, this is my input signal which we need to be amplified. നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട ഒരു സ്മോൾ ആയിട്ടുള്ള AC സിഗ്നൽ, this is Vin. Okay, this I am applying through a capacitor C1. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഔട്ട്പുട്ടിൽ സാധാരണ ഇതുപോലെ വി ഔട്ട് യു വിൽ ബി മെഷറിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനദർ കപ്പാസിറ്റർ C2. ഇവിടെ നിങ്ങളൊരു കപ്പാസിറ്റർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. സാധാരണ നിങ്ങൾ സർക്യൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡിലും കപ്പാസിറ്റർ ഉണ്ടാവും, ഔട്ട്പുട്ട് സൈഡിലും കപ്പാസിറ്റർ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഓക്കെ, നൗ ദിസ് യു വിൽ ബി ഡിനോട്ടിംഗ് ഇറ്റ് ആസ് C1. ഓക്കെ, ദിസ് യു വിൽ ബി ഡിനോട്ടിംഗ് ഇറ്റ് ആസ് C2. ഈ ഫിഗറിൽ ഇവിടെയാണ് C2 തന്നിട്ടുള്ളത്. ഇവിടെ C2 ആയിട്ട് ചില സർക്യൂട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, ചില ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ C1ഉം ഇവിടെ C2 ആയിരിക്കും. ഓക്കെ, നൗ C1 and C2, അതായത് ഇൻപുട്ട് കപ്പാസിറ്റർ C1, ഔട്ട്പുട്ട് കപ്പാസിറ്റർ C2. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, C1 and C2, these two capacitors are known as coupling capacitors. ഓക്കെ ആണല്ലോ, C1 and C2 they are known as coupling capacitors. This is coupling capacitor C1, this is coupling capacitor C2. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് വിൽ allow AC and it will block DC. ശരിയല്ലേ? അപ്പോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും എൻ്റെ ഇൻപുട്ടിൽ ഞാനൊരു കപ്പാസിറ്റർ വെച്ചിട്ടുള്ളത്? അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻ ഓർഡർ ടു ബ്ലോക്ക് DC ആൻഡ് പാസ് AC. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദിസ് മെയിൻ ഫംഗ്ഷൻ ഈസ് ടു ബ്ലോക്ക് ദ DC കമ്പോണന്റ് ആൻഡ് പാസ് ദ പ്യുവർ AC ഇൻപുട്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഇൻപുട്ട് നമ്മളോട് അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഈ ഇൻപുട്ട് കൂടാതെ ഈ സർക്യൂട്ടിൽ വേറെ ഏതെങ്കിലും DC കമ്പോണന്റ് കയറി വരുന്നുണ്ടെങ്കിൽ ആ DC കമ്പോണന്റിനെ ദിസ് C1 വിൽ ബി ബ്ലോക്കിംഗ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ കപ്ലിംഗ് കപ്പാസിറ്റർ C1, കപ്ലിംഗ് കപ്പാസിറ്റർ C2, ഇതിന്റെ രണ്ടിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം? ദിസ് ഷുഡ് ഫ്രീലി അലൗസ് AC സിഗ്നൽ ആൻഡ് ഇറ്റ് വിൽ ബി ബ്ലോക്കിംഗ് DC. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 മാർക്സിന് എപ്പോഴും ചോദിക്കുന്നതാണ്, വാട്ട് ആർ ദ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സിലബസിൽ പറഞ്ഞിട്ടുണ്ട് റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ഇൻ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക് ആണ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. കണ്ടോ, കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ദിസ് ഇസ് ദ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഡ്രോ എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ പ്ലസ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്. അല്ലെങ്കിൽ
പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്ക്. ഓക്കെ, ആ ടൈപ്പ് ബയാസിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് യു വിൽ ബി ഗെറ്റിംഗ് ദിസ് വൺ. യെസ്, സോ what is the role of coupling capacitor C1 and C2? C1 and C2 ന്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം? in order to block DC component and pass AC. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ AC പ്യൂർ ആയിട്ട് ഫിൽട്ടർ ചെയ്ത് അകത്തേക്ക് വന്നു. ഇനി സർക്യൂട്ടിൽ ഇത് പ്രോപ്പർ ആയിട്ട് ഇതിനെ ആംപ്ലിഫൈ ചെയ്തു. ആംപ്ലിഫൈ ചെയ്തിട്ട് എന്റെ ഔട്ട്പുട്ട് ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സർക്യൂട്ടിന്റെ എലമെന്റ്സ് കാരണം I will be getting some amount of DC here. Yes, so if I am placing a capacitor here, what is the advantage? This capacitor will be automatically blocking the DC component and I will be getting AC. Okay, അപ്പോൾ input coupling capacitor C1, output coupling capacitor C2, ഇതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ എന്തായിരിക്കണം? in order to എന്തായിരിക്കണം? it has to block the DC component. You should get the pure AC component. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ വേണ്ടത്? ഞാൻ ഇവിടെ ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഷുഡ് ഗെറ്റ് പ്യുവർ ഔട്ട്പുട്ട്. ഓക്കെ, അതായത് ഈ AC തന്നെ ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ടിൽ കിട്ടണം. അതാണ് എന്റെ മെയിൻ പർപ്പസ്. സോ ഐ ഷുഡ് ബ്ലോക്ക് ഓൾ ദ DC പാർട്ട്. ഓക്കെ, ഐ ഷുഡ് ഗെറ്റ് ഓൺലി ദ പ്യുവർ AC or pure amplified output. Okay, so for that what you are doing, you are placing C1 and C2, coupling capacitor C1, coupling capacitor C2. Okay ആണല്ലോ. coupling capacitor C1, coupling capacitor C2 കിട്ടി. ഓക്കെ, അപ്പോ റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ എന്തായിരിക്കണം? റോൾ ഓഫ് coupling capacitor is to pass the AC component, block the DC component. യെസ്, ഞാനത് തിയറി ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. coupling capacitor or DC blocking capacitor are used to decouple AC and DC signal and not to disturb the quiescent point of the circuit when AC signal is injected into the input. ഓക്കെ ആണല്ലോ. അപ്പൊ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം? DC പാർട്ടിനെ ബ്ലോക്ക് ചെയ്യണം. DC പാർട്ടിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ക്യുസെന്റ് പോയിന്റ് സ്റ്റേബിൾ ആയിട്ട് ഇരുന്നോളും, അല്ലെ? സ്റ്റേബിൾ ആയിട്ട് ഇരുന്നോളും. എന്റെ പ്രോപ്പർ ആയിട്ട് AC സിഗ്നൽ മാത്രമേ ഇഞ്ചെക്ട് ആവുള്ളൂ. അപ്പൊ DC സിഗ്നൽ ഇവിടെ ഇഞ്ചെക്ട് ആയാലുള്ള പ്രോബ്ലം എന്താ? എന്റെ ക്യുസെന്റ് പോയിന്റ് ഷിഫ്റ്റ് ആവും. യെസ്, ഇനി നെക്സ്റ്റ് വൺ, റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ നമ്മൾ പഠിച്ചു. അടുത്തത്, you are also having another capacitor element here across the emitter circuit. Okay, emitter circuit capacitor വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ CE എന്നാണ് ഡിനോട്ട് ചെയ്യുക. Okay, this capacitor is known as emitter bypass capacitor. Okay, it is known as emitter bypass capacitor. Yes, emitter bypass capacitor. So this is denoted as CE. Yes, ഇനി നമ്മൾ നോക്കാം, വോൾട്ടേജ് ഡിവൈഡർ നമ്മൾ പഠിച്ചപ്പോൾ we studied that in order to provide better emitter stability, okay, better emitter stability, we are keeping this RE. RE യുടെ ഫംഗ്ഷൻ എന്താ? തെർമൽ റൺഅവേ അതുപോലുള്ള പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യുക. അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത്? ഈ പാത്ത് ആക്ച്വലി ഒരു ഫീഡ്ബാക്ക് പോലെ ആക്ട് ചെയ്യും. നിങ്ങൾ നോക്കുക, സപ്പോസ് ഐ എം ടേക്കിംഗ് ദിസ് വോൾട്ടേജ്. ഈ ഒരു വോൾട്ടേജിനെ ഞാൻ VB ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു, ഈ പോയിന്റിലെ വോൾട്ടേജിനെ. ഓക്കെ, ഈ ലൂപ്പിൽ നിങ്ങൾ KVL എഴുതിക്കേ, എന്താ വരിക? VB, യെസ്, VB മൈനസ് VB, ശരിയല്ലേ? ഐ എം ടേക്കിംഗ് ദിസ് വോൾട്ടേജ് ഡ്രോപ്പ് ആസ് VB minus VB, okay, minus IERE, okay, minus IERE is equal to 0. സംശയമുള്ളവർ നോക്കാം, ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. VB, yes, VB minus VB minus IERE, okay, minus IERE is equal to 0. ഇതാണ് എവിടെ? ഈ ലൂപ്പിൽ നിങ്ങൾ KVL എഴുതിയാലുള്ള ഇക്വേഷൻ, ശരിയല്ലേ? where VB is the voltage across this one. ഈ ലൂപ്പിൽ നിങ്ങൾ എഴുതിയാലുള്ള ഗുണം.
ഇനി നിങ്ങൾ ആ ഇക്വേഷനിലേക്ക് നോക്കി, ഈ പാരാമീറ്റർ എന്താ? ദിസ് പാരാമീറ്റർ ഇസ് ആക്ച്വലി നെഗറ്റീവ്, ശരിയല്ലേ? സോ ദിസ് പാരാമീറ്റർ IERE, കണ്ടോ, IERE എന്നുള്ള പാരാമീറ്റർ, ദിസ് ഇസ് ഈക്വലന്റ് ടു എ ഫീഡ്ബാക്ക്. ദിസ് ഇസ് ഈക്വലന്റ് ടു എ ഫീഡ്ബാക്ക് ലൂപ്പ്. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കുക, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എഴുതാൻ അറിയാവുന്ന ഇക്വേഷൻ ഏതാ? IE is equal to IB plus IC. ഓക്കെ, നമുക്കറിയാം IC എന്ന് പറയുന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ പോയിന്റിന്റെ പാരാമീറ്റർ. IC ചേഞ്ച് ആവണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് IB ചേഞ്ച് ആവണം. അതായത് ഇൻപുട്ടിൽ ചേഞ്ച് വരുമ്പോൾ എന്റെ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരും. ഇവിടെ എന്റെ IE എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ് പാരാമീറ്റർ ആണ്, ശരിയല്ലേ? സോ IEയിൽ എത്രത്തോളം അല്ലെങ്കിൽ ഇൻപുട്ടിൽ എത്രത്തോളം ഇൻക്രീസ് വന്നാലും ഓട്ടോമാറ്റിക് ആയിട്ട് ഈ എമിറ്റർ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഔട്ട്പുട്ട് കറണ്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കും. ഓക്കെ, അപ്പോൾ തെർമൽ റണ്ണവേ അതുപോലെയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ reason how this emitter resistance is acting as a feedback in order to keep this quiescent point stable. അപ്പോൾ ഈ എമിറ്റർ റെസിസ്റ്റൻസ് ഇവിടെ വെക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താ? ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് ആക്ട് ചെയ്യും, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താ? ഇറ്റ് വിൽ ഹാവ് എ ചെക്ക് ഓൺ ദ ഇൻപുട്ട്. കണ്ടോ, ദിസ് വിൽ ഹാവ് എ ചെക്ക് ഓൺ ദിസ് ഇൻപുട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടെമ്പറേച്ചർ കാരണം IBയിൽ ചേഞ്ച് വന്നാലും this will adjust in such a way that my operating point is getting stable. Okay ആണല്ലോ? യെസ്. അപ്പോൾ സി, അതാണ് എമിറ്റർ റെസിസ്റ്റൻസിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ റെസിസ്റ്റൻസ് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നതെന്ന് പറയാൻ വേണ്ടി അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പാത്തായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ ഓൾമോസ്റ്റ് ഒരു സ്റ്റെബിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ്. യെസ് യെസ് യെസ്. നൗ സി നെക്സ്റ്റ്, അപ്പൊ നമ്മൾ റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ പഠിച്ചു, എമിറ്റർ റെസിസ്റ്റൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിച്ചു. അടുത്തത് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. ഓക്കെ ആണല്ലോ? എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. അപ്പൊ നമുക്കറിയാം കപ്പാസിറ്റർ എലിമെന്റിന്റെ ഒരു ബെനിഫിറ്റ് എന്താ? ഇറ്റ് വിൽ അലോ ഫ്രീ ഫ്ലോ ഓഫ് AC കമ്പോണന്റ്, ശരിയല്ലേ? ഫ്രീ ഫ്ലോ ഓഫ് AC കമ്പോണന്റ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് IERE എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ആണ്, ഇതിന് അക്രോസ് വരുന്ന ഡ്രോപ്പ് ആണ്, ഒരു DC പാർട്ടായിട്ട് വരും. IERE എന്ന് പറയുന്നത് ഒരു DC ഡ്രോപ്പ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആവും. അപ്പോൾ -IERE എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഡ്രോപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ടോട്ടൽ ഇൻപുട്ട് സൈഡിൽ വരുന്ന വോൾട്ടേജിന് കുറയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ആക്ടിങ് ആസ് എ feedback path. This is acting on the feedback path. So what actually happens? IERE is actually a drop, and this is acting on the input side, and it will it will do? It will decrease the overall gain. ഈ ഒരു ഫാക്ടർ പക്ഷെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനും പറ്റൂല. കാരണം എന്താ? This provides proper emitter resistance. It provides the proper stability of the circuit. It avoids thermal runaway. അതൊക്കെയാണ് എമിറ്റർ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്താലുള്ള പാത്ത്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നത്? ഇവിടെ ഇത്രയും ഡ്രോപ്പ് വന്നാലും AC കമ്പോണന്റ് കാരണം ഇവിടെ ഡ്രോപ്പ് അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് വരരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു കപ്പാസിറ്റർ വെക്കും. കപ്പാസിറ്റർ വെച്ചാൽ അഡ്വാൻറ്റേജ് എന്താ? എക്സസ് എമൗണ്ടുള്ള AC കമ്പോണന്റ് എന്തെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഒരു ഫ്രീ ഫ്ലോ പാത്ത് കൊടുക്കും. കണ്ടോ? അപ്പോ ഈ ഡ്രോപ്പ് എന്തുകൊണ്ട് മാത്രമേ ഇപ്പോഴും ഉണ്ടാവുള്ളൂ? IERE എന്നുള്ള DC കമ്പോണന്റ് ഡ്രോപ്പ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. AC കമ്പോണന്റ് എന്തായിരിക്കും? ഇതുവഴി വന്നാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ബൈപ്പാസ് ചെയ്ത് കളയും. കണ്ടോ? അപ്പോ ബൈപ്പാസ് എമിറ്റർ കപ്പാസിറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്താ? ദിസ് വിൽ പ്രൊവൈഡ് ദ ഫ്രീ ഫ്ലോ ഫോർ ദ AC കമ്പോണന്റ്. കണ്ടോ? അപ്പൊ അങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു AC കമ്പോണന്റ് കൊണ്ട് ഉണ്ടാവുന്ന ഡ്രോപ്പ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ്. സി, bypass capacitors are used to force the AC part by providing a low impedance path at a particular frequency. Yes, അപ്പോൾ ബൈപ്പാസ് എമിറ്റർ കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് AC കമ്പോണന്റിന് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് അല്ലെങ്കിൽ ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്ത് ഈസി ആയിട്ട് അല്ലെങ്കിൽ സിംപിളി ആയിട്ട് ഇതിനെ എർത്ത് ചെയ്ത് കളയും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട്
അതിനെ മൂവ് ചെയ്യാൻ പോകും. അപ്പൊ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സി IERE എന്ന് പറയുന്ന ആ ഒരു ഡ്രോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഡ്രോപ്പ് കാരണം ഉണ്ടാവുന്ന ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് മാത്രമേ ഇവിടെ ഉണ്ടാവും. എക്സസ് ആയിട്ടുള്ള, അതായത് AC പാർട്ട് പ്ലസ് DC പാർട്ട് കൊണ്ടുണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ഒരു ലോസ് ഇവിടെ വരില്ല. സോ ദാറ്റ് വി ക്യാൻ പ്രൊവൈഡ് ബെറ്റർ സ്റ്റെബിലിറ്റി കൊടുക്കാനും പറ്റും. കണ്ടോ, ലിമിറ്റ് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് പ്രോപ്പർ ആയിട്ട് തെർമൽ സ്റ്റെബിലിറ്റി കൊടുക്കാനും പറ്റും, തെർമൽ റൺവേ അവോയ്ഡ് ചെയ്യാനും പറ്റും. എന്നാൽ AC കമ്പോണൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ ഒരു പാത്ത് കൊടുക്കാനും പറ്റും. യെസ്, ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഐ ഹാവ് റിട്ടൺ ഹിയർ. സി റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് അലൗസ് only AC component, it blocks all the DC part. കണ്ടോ, it blocks all the DC part and it allows only the pure AC signal to pass to the circuit. ഇനി emitter capacitor CE ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കണം? emitter capacitor എന്ന് പറഞ്ഞാൽ it is connected across RE. It will provide a short circuit path for AC signal and this will reduce the നെഗറ്റീവ് ഫീഡ്ബാക്ക്. AC കമ്പോണന്റ് കൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ്. യെസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഓക്കെ ആണല്ലേ? ഇഫ് എനിബഡി ഈസ് ഹാവിംഗ് ഡൗട്ട് യു ക്യാൻ പോസ്റ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞത്? റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്ററും റോൾ ഓഫ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്ററും പ്ലീസ് പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. All of you please post in the chat box. ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിനകത്ത് കപ്പാസിറ്ററിന്റെ ഫങ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പ്ലീസ് പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ, റോൾ ഓഫ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ, ഇത് രണ്ടും. റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്ററും റോൾ ഓഫ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ക്ലിയർ ആണെന്ന് പറയൂ കേട്ടോ. യെസ്, ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ? ഇല്ല. യെസ്, ഓക്കെ. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഓക്കെ, നൗ അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണമുണ്ട്. ഈ റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ and emitter bypass capacitor 2019 supplementary, 2019 regular, 2018 supplementary, 2018 regular. ഇതിന്റെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും എക്സ്പ്ലെയിൻ കോമൺ എമിറ്റർ ആംപ്ലിഫയർ, അതായത് ഈ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന്റെ കൂടെ തന്നെ ഡിസ്കസ് ദ റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് ബൈപാസ് കപ്പാസിറ്റർ. 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. 4 പ്രാവശ്യം. ഓക്കെ, ഞാനിപ്പോ ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുണ്ടായിരുന്നു 5 മാർക്കിന്. സോ ഞാൻ അതിന്റെ തിയറി പാർട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് കുറച്ചും കൂടെ ഇതേ സെയിം കാര്യം തന്നെയാണ്. 3 മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. അതല്ല 5 മാർക്കിനാണെങ്കിൽ ആ സർക്യൂട്ടും വരയ്ക്കുക. അതിനുശേഷം യു ഹാവ് ടു റൈറ്റ് ദിസ് മച്ച് പോയിന്റ്സ്. കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് നമുക്ക് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ബയാസിങ് സർക്യൂട്ട് എന്നുള്ള പ്രോബ്ലംസ് ആണ് 2-3 ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ H പാരാമീറ്റർ വെച്ചിട്ടുള്ള സ്മോൾ സിഗ്നൽ മോഡൽ നമ്മൾ ക്ലാസ്സിൽ കുറച്ച് തിയറി പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഡിസ്കസ് ചെയ്ത പോർഷൻ, സ്മോൾ സിഗ്നൽ അനാലിസിസ്. ഇപ്പോൾ സ്മോൾ സിഗ്നൽ അനാലിസിസ് അല്ലെങ്കിൽ H പാരാമീറ്റർ മോഡൽ വെച്ച് നമ്മൾ ആദ്യം എന്താ ചെയ്തത്? 2-പോർട്ട് നെറ്റ്വർക്ക് എന്താണെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. അതിനുശേഷം H പാരാമീറ്റർ മോഡൽസ് എല്ലാം നമ്മൾ ചെയ്തു. ഓക്കെ, then after that we have drawn the H parameter circuit also, അല്ലേ? then next നമ്മൾ എന്താ ചെയ്തത്? നെക്സ്റ്റ് നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, ഈ 3 കോൺഫിഗറേഷനും വേണ്ടിയിട്ടുള്ള സർക്യൂട്ട്, H പാരാമീറ്റർ മോഡലിന്റെ സർക്യൂട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ? then അനാലിസിസ് ചെയ്തു. ഈ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? ഫസ്റ്റ് വൺ കറന്റ് ഗെയിൻ, യെസ്. second one voltage input impedance, then
third one voltage gain, then last one output impedance ഉം പവർ ഗെയിനും ഓവറോൾ വോൾട്ടേജ് ഗെയിൻ. ഈ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ടാബുലേറ്റ് ചെയ്തു. ഇതൊക്കെ ഈ ക്ലാസ്സിലൊക്കെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് സീരീസിന് മുന്നേ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഇനി പ്രോബ്ലംസ് യു വിൽ ബി ഓൾസോ ഗെറ്റിംഗ് ഫ്രം ദിസ് ഫൈനൽ ഇക്വേഷൻസ്. ഓക്കെ, കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ കേസിൽ ഉള്ള എച്ച് പാരാമീറ്റർ ഇക്വേഷൻസ്, ദാറ്റ് ഇസ് കറന്റ് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, പവർ ഗെയിൻ, ഇതെല്ലാം വെച്ചിട്ട് യു വിൽ ബി ഗെറ്റിംഗ് പ്രോബ്ലംസ്. ഓക്കെ, സോ വാട്ട് വി വിൽ ഡു, വി വിൽ ഡിസ്കസ് ഒരു 3 ക്വസ്റ്റ്യൻ, ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ വിൽ ബി സോൾവ്. ആഫ്റ്റർ ദാറ്റ് ഇതുവരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ തരും. യു ക്യാൻ വർക്ക് ഔട്ട് ദാറ്റ്. ഓക്കെ, ഇതേ ഒരു 2-3 കോമൺ പാറ്റേണിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഡിസ്കസ് നൗ. യെസ്, സോ ഐ തിങ്ക് നമുക്കിപ്പോൾ ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻസ് നോക്കുക. ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. നിങ്ങൾ ഒറ്റയ്ക്ക് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, നൗ സി ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ transistor is connected as common emitter amplifier. Okay, and its H parameters are, H parameters 4 H parameter തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയേ, HIE, HFE, HRE, HOE, ഈ പാരാമീറ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. കോമൺ ബേസ് ആയിരുന്നെങ്കിലോ HIB, FB, RB, OB. കോമൺ കളക്ടർ ആയിരുന്നെങ്കിലോ HIC, HFC, HRC and HOC. ഓക്കെ, അപ്പൊ നമുക്ക് 4 പാരാമീറ്ററും തന്നിട്ടുണ്ട്. ലോഡ് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഓക്കെ, സോഴ്സ് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ലോഡ് റെസിസ്റ്റൻസ് 10K തന്നിട്ടുണ്ട്, സോഴ്സ് റെസിസ്റ്റൻസ് 1K തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ വേരിയസ് ഗെയിൻ. വേരിയസ് ഗെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. വേരിയസ് ഗെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കൺഫ്യൂഷൻ വരാം? കറണ്ട് ഗെയിൻ ആണോ, വോൾട്ടേജ് ഗെയിൻ ആണോ? അതല്ല, ഓവറോൾ കറണ്ട് ഗെയിൻ ആണോ, ഓവറോൾ വോൾട്ടേജ് ഗെയിൻ ആണോ? അങ്ങനെ കൺഫ്യൂഷൻ വരും. സാധാരണ യു കാൽക്കുലേറ്റ് ബോത്ത്. ഓക്കെ, ഫസ്റ്റ് യു കാൽക്കുലേറ്റ് കറണ്ട് ഗെയിൻ, then you calculate overall current gain, then you calculate the voltage gain, overall voltage gain. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വേരിയസ് ഗെയിൻ. കണ്ടോ? അപ്പൊ നിങ്ങൾ 4 പാരാമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യണം. അതല്ല, കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് ജസ്റ്റ് എന്താ AIയും AVയും. യെസ്, നൗ ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം. നമുക്ക് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? കറണ്ട് ഗെയിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഇൻപുട്ട് ഇംപെഡൻസിന്റെ ഇക്വേഷൻ അറിയാം. ഓക്കെ, വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ അറിയാം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയാം. ഓക്കെ, ഓവറോൾ കറണ്ട് ഗെയിൻ്റെ ഇക്വേഷൻ, ഓവറോൾ വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ, ഇതെല്ലാം നമ്മൾ സീരീസിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് ടാബുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ? ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള H പാരാമീറ്ററിന്റെ സാമ്പിൾ വാല്യൂസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് സാമ്പിൾ വാല്യൂസ്, ഈ റേഞ്ചിൽ വരണം. ഓക്കെ, ഇതും നമ്മുടെ സീരീസിന് മുന്നേയുള്ള ദിവസം ചെയ്ത ക്ലാസ്സിൽ ഇതെല്ലാം ചെയ്ത് നമ്മൾ ടാബ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ യു ടേക്ക് ദാറ്റ്, ആ ക്ലാസ്സിലെ നോട്ട്സ് എടുത്തതിന് ശേഷം യു ഡു ദിസ് പ്രോബ്ലം. ഓക്കെ, so voltage gain, first we will calculate current gain. Current gain the equation directly it is given, HFE by 1 plus HO into RL. Okay, you substitute all the parameters. Okay, HFE തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 50. ഇനി ചില ക്വസ്റ്റ്യൻസിൽ HFE will not be given, അതിന് പകരം ബീറ്റ വാല്യൂ വിൽ ബി ഗിവൺ. ഇപ്പൊ നമുക്കറിയാം HFE എന്ന് പറഞ്ഞാൽ എന്താ, ഫോർവേഡ് കറണ്ട് ഗെയിൻ ആണല്ലോ. Okay, that is I2 by I1 which is equal to beta. Okay, so you directly substitute and you will be getting -40. ഇനി
ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും നമുക്ക് ഇക്വേഷൻ ഉണ്ട്. കണ്ടോ? ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് ദിസ് വൺ. യെസ്. Okay, now you substitute that, you'll be getting values like this, 1k resistance. Okay, ഇനി വോൾട്ടേജ് ഗെയിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? കറണ്ട് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ, സംശയമുള്ളവർ നോക്കുക, എന്താ കറണ്ട് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കറണ്ട് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാം? AI multiplied by RL by RI. Yes, AV is equal to AI multiplied by RL by RI. Yes, so substitute that. See, AI multiplied by RL by RI, that is equal to -4. Yes, ഇനി ഇതുപോലെ തന്നെ ഓവറോൾ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കണ്ടുപിടിക്കാം. ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. ഓക്കെ, കോമൺ എമിറ്ററിന്റെ കോൺഫിഗറേഷന്റെ എങ്കിലും പഠിച്ചിരിക്കണം, അല്ലാതെ വേറെ മാർഗ്ഗം ഇല്ല പ്രോബ്ലം ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും പഠിക്കുക, ഈ ഡെറിവേഷൻ ചെയ്ത് ഫൈനൽ ആൻസർ നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിക്കുക. അതിന്റെ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ക്ലാസ്. ഇതാ AI കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ദിസ് ഇസ് അവർ AI കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് AV കണ്ടുപിടിക്കാം. AV എന്ന് പറഞ്ഞാൽ AI മൾട്ടിപ്ലൈഡ് ബൈ RL ബൈ RI. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ 4 പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ഓർത്തിരിക്കും. യെസ്. നെക്സ്റ്റ്, ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. ഈ ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ HO മൈനസ് HFE ഇൻറ്റു HR ഡിവൈഡഡ് ബൈ HI പ്ലസ് RS. ഓക്കെ, യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്, യു വിൽ ബി ഗെറ്റിംഗ് വാല്യൂ ലൈക്ക് ദിസ്. ഇനി ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ് നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് അഡ്മിറ്റൻസ് കണ്ടുപിടിക്കുക, അതിന്റെ 1/, എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഇംപിഡൻസ് കിട്ടും. ഓക്കെ, ഞാനിത് ഈ പ്രോബ്ലം ക്ലാസ്സിൽ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം, ഓക്കെ, സി ദിസ് ഇസ് എ പ്രീവിയസ് ഇയർ, അതായത് സെക്കൻഡ് മൊഡ്യൂളിന് 8 മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ തിയറി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു എന്റെ നോട്ടിൽ ഈ ഒരു കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് എച്ച് പാരാമീറ്റർ ഫോർ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. എച്ച് പാരാമീറ്റർ മോഡൽ വെച്ചിട്ടുള്ള പ്രോബ്ലം കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ എപ്പോഴും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ ആണല്ലോ? കറണ്ട് ഗെയിൻ അറിയണം, ഇൻപുട്ട് റെസിസ്റ്റൻസ് അറിയണം, ഈ വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, ഈ വോൾട്ടേജ് ഗെയിൻ എന്നുള്ള ഈ ഒരു പാരാമീറ്റർ ഇത് കാണാതെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ, മിക്കവാറും ഉള്ള എല്ലാ പ്രോബ്ലത്തിലും എന്ത് തന്നിട്ടുണ്ടാവും? RLും തന്നിട്ടുണ്ടാവും, RIയും തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ RSും തന്നിട്ടുണ്ടാവും. അപ്പോ കറണ്ട് ഗെയിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ RL ബൈ RI ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് വോൾട്ടേജ് ഗെയിൻ. യെസ്. സോ നോക്ക, there is no need to by heart this one. പക്ഷേ ഇത് പഠിക്കണം. കറണ്ട് ഗെയിൻ പഠിച്ചേ പറ്റൂ, ഇൻപുട്ട് ഇംപിഡൻസ് പഠിച്ചേ പറ്റൂ, വോൾട്ടേജ് ഗെയിൻ ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പഠിക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ യു ക്യാൻ ഈ 2 ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ടുള്ള വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി ആ ഒരു ടൈമില് നിങ്ങൾക്ക് ഓവറോളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? ഇതാ ആ സർക്യൂട്ട് തന്നെ അപ്പൊ തന്നെ വരയ്ക്കുക. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓവറോൾ കണ്ടുപിടിക്കാൻ ഈ സർക്യൂട്ട് അങ്ങോട്ട് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഇൻപുട്ട്, ഇതെന്റെ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഓവറോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്പുട്ട്, ഓവറോൾ കറണ്ട് ഗെയിൻ വോൾട്ടേജ് ഗെയിൻ മീൻസ് വാട്ട്? ഫൈനൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ദിസ് ഇൻപുട്ട്. കണ്ടോ? ദിസ് ഇൻപുട്ട്. സോ യു മൾട്ടിപ്ലൈ ബൈ വാട്ട്? ഇതിനെല്ലാം ZI ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, വോൾട്ടേജ് ഡിവിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, വോൾട്ടേജ് ഡിവിഷൻ പ്രിൻസിപ്പിൾ മീൻസ് വാട്ട്? ദിസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദിസ് വൺ പ്ലസ് ദിസ് വൺ.
ആ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടോ? വോൾട്ടേജ് ഡിവിഷൻ പ്രിൻസിപ്പിൾ. ഇതുപോലെ തന്നെ കറണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിളും അപ്ലൈ ചെയ്യും. യെസ്, സോ ദിസ് ഇസ് എ പാറ്റേൺ. ഒരു പാറ്റേൺ, ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി we will discuss one more one. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് മീൻസ് ദീസ് ടൈപ്സ് ആർ 3 മാർക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, 3 മാർക്കിന് ഒന്നില്ലെങ്കിൽ കറണ്ട് ഗെയിൻ ചോദിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും 3 പാരാമീറ്റേഴ്സ് ചോദിക്കും. ഓരോന്നിനും ഓരോ മാർക്കാണ്. കണ്ടോ? ഇത് 2018 സപ്ലിമെന്ററി പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് ടു കാൽക്കുലേറ്റ് 3 പാരാമീറ്റേഴ്സ്. ഓരോന്നിനും ഓരോ മാർക്ക്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. കറണ്ട് ഗെയിൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻപുട്ട്, ഇംപെഡൻസ് ആസ് വെൽ ആസ് വോൾട്ടേജ് ഗെയിൻ. ഇവിടെയും വോൾട്ടേജ് ഗെയിൻ നിങ്ങൾക്ക് നോക്കി അറിയാം. കറണ്ട് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം യു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ RL ബൈ RI. ഓക്കെ, സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് വോൾട്ടേജ് ഗെയിൻ വെരി ഈസിലി. അപ്പൊ നിങ്ങൾക്ക് ആ വലിയ ആ ഒരു ഇക്വേഷൻ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ എങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഞാൻ ഈ തന്നിട്ട് ഉള്ള നോട്ടിന്റെ ലാസ്റ്റ് കറണ്ട് ഗെയിൻ പഠിക്കണം, ഇൻപുട്ട് ഇംപെഡൻസ് പഠിക്കണം, വോൾട്ടേജ് ഗെയിൻ യു ക്യാൻ ഡിറൈവ് ഫ്രം ദിസ് വൺ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പഠിക്കണം, ഓവറോൾ. ഓക്കെ, ഓവറോളും രണ്ടിന്റെയും പഠിക്കണം. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ യു വിൽ ബി ഗെറ്റിംഗ് പവർ ഗെയിൻ, ഓവറോൾ പവർ ഗെയിൻ. ആ കേസിൽ എന്ത് ചെയ്താൽ മതി? സെപ്പറേറ്റ് ആയിട്ട് അതിന് ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. യു കാൽക്കുലേറ്റ് കറണ്ട് ഗെയിൻ, യു കാൽക്കുലേറ്റ് വോൾട്ടേജ് ഗെയിൻ, മൾട്ടിപ്ലൈ ബോത്ത്. യെസ്, ഓക്കെ. സോ ഐ തിങ്ക് പ്രോബ്ലംസ് ഓൾസോ ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ യു ഡു ഇറ്റ് ബൈ യുവർസെൽഫ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്ത ആ ഒരു പ്രോബ്ലത്തിന്റെ അതേ പാറ്റേൺ ആണ്. യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർസെൽഫ്. ഈ ഒരു പ്രോബ്ലം ഒറ്റയ്ക്കൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് ചെയ്ത് നോക്കി. ഇവിടെ വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഈ ഡെറിവേഷൻ ഒന്ന് ചെയ്ത് നോക്കുക, ഈ പ്രോബ്ലംസും ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കാതിരിക്കരുത്. ഇതെല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതുപോലെ കോപ്പി ചെയ്താണ് കേട്ടോ. അപ്പോൾ 5.3, 5.4 ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യത്തെ 5.1 ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതായത് എച്ച് പാരാമീറ്റർ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾ 5.3ഉം 5.4ഉം എന്തായാലും ചെയ്തു നോക്കുക. ഓക്കെ, യെസ്. നൗ നെക്സ്റ്റ്, അപ്പോൾ ഓൾമോസ്റ്റ് we have almost completed your first module. നമ്മൾ വിട്ടുപോയ ടോപ്പിക്സ് ഇതാ: കാൽക്കുലേഷൻ ഓഫ് ആംപ്ലിഫയർ ഗെയിൻസ് ഇംപെഡൻസ് യൂസിങ് എച്ച് പാരാമീറ്റർ ഇക്വലന്റ് സർക്യൂട്ട്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത കാര്യം. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ് ഇറ്റ് ഈസ് ഡൺ ഫ്രം ഫസ്റ്റ് മോഡ്യൂൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ പ്രോബ്ലത്തിന്റെ പ്രോബ്ലം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കാതെ ഞാനിവിടെ ഇരുന്നിട്ട് എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഒരു കാര്യമില്ല. സോ ടുഡേ what you should do, you should take the h parameter notes. ആ നോട്ട്സ് എടുത്തതിന് ശേഷം ഈ പറഞ്ഞ ഡെറിവേഷൻ, സ്മോൾ സിഗ്നലിന്റെ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ ചെയ്ത് നോക്കണം. ഡെറിവേഷൻ ചെയ്തതിന് ശേഷം കോമൺ എമിറ്ററിന്റെ ആംപ്ലിഫയറിന്റെ എച്ച് പാരാമീറ്റർ മോഡൽ മാത്രം ഇതുപോലെ ടാബ്ലേറ്റ് ചെയ്ത് വെക്കുക. യെസ്, ഈ ടാബ്ലേറ്റ് ചെയ്തതിന് വെച്ചതിന് ശേഷം യു ടേക്ക് ദിസ് ഡോക്യുമെന്റ്. ഐ വിൽ പുട്ട് ഇൻ ദി ഗൂഗിൾ ക്ലാസ് റൂം. യു ടേക്ക് ദിസ് ഡോക്യുമെന്റ്. 4 സെറ്റ് ക്വസ്റ്റ്യൻ. ഈ 4 സെറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യു ഡു ദിസ് പ്രോബ്ലം. കാൽക്കുലേറ്ററിൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. സോ I think it is okay to all of you. Okay, now see next one. Okay, first module I think it is clear to all of you. എന്തെങ്കിലും ഡൗട്ട് ഫസ്റ്റ് മോഡ്യൂളിൽ ഉണ്ടോ? ഏതെങ്കിലും ടോപ്പിക്കിൽ ആർക്കെങ്കിലും ഫസ്റ്റ് മോഡ്യൂളിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇനി നമ്മൾ നേരെ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ
ഒരു ടോപ്പിക് കൂടെ മിസ് ചെയ്തിട്ടുണ്ട്. ജെഫെറ്റിന്റെ ഓക്കെ, ജെഫെറ്റിന്റെ ബയാസിങ്. അതിലേക്കാണ് പോണത്. ഫസ്റ്റ് മൊഡ്യൂൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ എല്ലാ ടോപ്പിക്സും? പ്ലീസ് പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഫസ്റ്റ് മൊഡ്യൂള് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും ക്ലിയർ അല്ലേ? ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ബേസിക് ട്രാൻസിസ്റ്റർ വെച്ചു സ്റ്റാർട്ട് ചെയ്തു. ഓപ്പറേറ്റിംഗ് പോയിന്റ്, 3 ബയാസിംഗ് നെറ്റ്വർക്ക്, സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഡെറിവേഷൻ, അത് ബേസ് ചെയ്തിട്ട് ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, എച്ച് പാരാമീറ്റർ മോഡല്, കോമൺ എമിറ്റർ ആംപ്ലിഫയർ, റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ, പിന്നെ എച്ച് പാരാമീറ്റർ വെച്ചിട്ടുള്ള ഇക്വലന്റ് സർക്യൂട്ട്. ഇത്രയും ചെയ്തു. ബയാസ് കോമ്പൻസേഷനും ഡയോഡ് ബൈ യൂസിങ് ഡയോഡ് ആൻഡ് തെർമിസ്റ്റർ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ എടുത്തു. ഓക്കെ, ദെൻ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക. അത് കൂടാതെ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും വേണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ക്ലിയർ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ ബയാസിംഗ് നെറ്റ്വർക്ക് ഓഫ് ജെഫെറ്റ്. ജെഫെറ്റിന്റെ ബയാസിംഗ്. ഇപ്പൊ നമ്മൾ BJT ബയാസിംഗ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഫിക്സഡ് ബയാസിംഗ്, connected to base biasing, voltage divider biasing. Similarly, JFET is also, we can bias for a JFET in its output characteristics, okay, so that it will be properly working, okay, so that it is properly working in its condition in order to satisfy amplification. പ്രോപ്പർ ആയിട്ട് ജെഫെറ്റിനെ നമുക്ക് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനും ഓപ്പറേറ്റിംഗ് പോയിന്റ് പോലത്തെ ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ വർക്കിംഗ് പഠിച്ചപ്പോൾ പറഞ്ഞു, പിഞ്ച് ഓഫ് സ്റ്റേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കറണ്ട് ഫിക്സഡ് വാല്യൂയിലേക്ക് പോകും അല്ലെ? അപ്പോൾ ക്യാര എങ്ങനെയായിരിക്കും? ക്യാര സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. ഓക്കെ, സോ ജെഫെറ്റിന്റെ കേസിലും യു ക്യാൻ ഹാവ് 3 types of biasing. First one, fixed biasing. Okay, second one, self biasing. Okay ആണല്ലോ. Then third one almost സെൽഫ് ബയാസിങ്ങിന്റെ തന്നെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ. നമ്മൾ BJT പഠിച്ചപ്പോൾ സെൽഫ് ബയാസിങ് തന്നെ ആയിരുന്നു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. ഇവിടെയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ സർക്യൂട്ടിൽ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് എ BJT. ഓക്കെ, അപ്പോൾ ഓരോ സർക്യൂട്ടും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ 2:30 ലാബ് സെഷനിൽ ഇന്ന് ചെയ്യാൻ പോണത് ഈ ആംപ്ലിഫയർ ആണ്, ജെഫെറ്റ്. ഓക്കെ ആണല്ലോ? യെസ്. സോ സി ഫസ്റ്റ് വൺ, ഫിക്സഡ് ബയാസിംഗ് മെത്തേഡ്. അപ്പൊ നമുക്കറിയാം BJT പഠിച്ചിരിക്കുന്ന അതേപോലെ തന്നെ ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്. Okay, simplest method of biasing network. See, this is a fixed biasing for a JFET. അപ്പോൾ ഫിക്സഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പ്രോപ്പർ ആയിട്ട് എൻ്റെ ഗേറ്റ് പാർട്ടും, അതായത് ഇൻപുട്ട് പാർട്ടും ഔട്ട്പുട്ട് പാർട്ടും ഡ്രെയിൻ പാർട്ടും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ഫിക്സഡ് വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഫിക്സഡ് ആയി കഴിയുമ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, സോ സി ഹിയർ വിൽ ബി യൂസിങ് 2 sources, VGG, okay, VGG and VDD. Okay, and we'll be connecting this power supply to the gate through resistance R2 to the drain by using RD. Okay, now in the input side we'll be applying my input through a coupling capacitor C1, and I will be measuring the output with respect to a coupling capacitor C2. The coupling capacitor function there, in order to, we have to block the DC part and we have to pass the AC part. Yes. Okay, now see, fixed bias in the case RD is the resistance which is connected. Gate, it is connected to the VGG, coupling capacitor connected. In a condition, fixed biasing satisfy cheyan, we have to provide these conditions. What condition? This 3 condition.
this one. We'll be keeping my IG gate current 0. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാണ് JFETന്റെ ഫിക്സഡ് ബയാസിങ്ങിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഗേറ്റ് കറണ്ട് 0 ആക്കുക, IG എന്ന് പറയുന്ന വാല്യൂ 0 ആക്കി കൊടുക്കുക. അപ്പൊ IG എന്ന് പറഞ്ഞ വാല്യൂ 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കുന്നത്? ഗേറ്റിലൂടെയുള്ള IG RG എന്ന് പറഞ്ഞ പാരാമീറ്ററും ഓട്ടോമാറ്റിക്കായിട്ട് ദിസ് വിൽ ബി 0. യെസ്, okay. Now what is the condition of output? ഈ ഒരു ഡയറക്ഷനിൽ യു അപ്ലൈ KVL, എന്ത് വരും? VDD minus IDRD minus VDE is equal to 0. ഓക്കെ, അപ്പോൾ JFET ആംപ്ലിഫയറിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ബയാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഫിക്സഡ് ബയാസ് നെറ്റ്വർക്ക്. BJTയുടെ അതേപോലെ, BJTയുടെ കേസിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും സിമ്പിൾ ആയിട്ട് ബയാസ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കാണ് അല്ലെങ്കിൽ സർക്യൂട്ട് ആണ് ഫിക്സഡ് ബയാസിങ്. സെയിം മെത്തേഡ് ഈ കേസിൽ. ഓക്കെ, സോ ടൈം ഈസ് ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.